കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അവകാശ സംരക്ഷണ യാത്ര തുടങ്ങി. കോട്ടയം മാങ്കൊമ്പിൽ നിന്നും ആരംഭിച്ച യാത്ര ചങ്ങനാശ്ശേരിയിലെത്തി. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് അവകാശ സംരക്ഷണ യാത്ര. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, വിവരങ്ങൾ. പ്രവിധ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു കർഷക നസ്രാണി മുന്നേറ്റവും അതുപോലെ തന്നെ ഈ അവകാശ പ്രഖ്യാപന മഹാസമ്മേളനവും ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ചിരിക്കുന്നത്. 18 ഫറോനകളിൽ നിന്നായി ഏകദേശം 25,000-ഓളം വിശ്വാസികൾ ഈ ഒരു നസ്രാണി മുന്നേറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വൈദികർ, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ ഒരു നസ്രാനി മുന്നേറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടയലേഖനം എല്ലാ ഇടവകളിലും വായിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമായി കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ, ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സർക്കാരുകൾ ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളോട് മാർ തോമസ് തറയിൽ തന്നെ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സർക്കാരുകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉടലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപത ഇറങ്ങിയത്. എന്തായാലും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ SB കോളേജിൽ ആരംഭിക്കുക. അതിന്റെ സമാപന സമ്മേളനമാണ്. അതിന് മുന്നോടിയായി തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു കർഷക നസ്രാണി മുന്നേറ്റ യാത്ര മാങ്കൊമ്പിൽ നിന്നും ആരംഭിച്ചു. ആ യാത്ര ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ചങ്ങനാശ്ശേരി ടൗണിലേക്ക് എത്തിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ, വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ സമാപനം എന്നോണമാണ് ഈ അവകാശ പ്രഖ്യാപന മഹാസമ്മേളനം നടത്തുന്നത്. എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം വരാനിരിക്കുകയാണ്. അപ്പോൾ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉദ്ഘാടനം നടത്തുന്നത് മാർ തോമസ് തറയിലാണ്. അതുപോലെ തന്നെ ജോസഫ് പെരുന്തോട്ടം അടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളടക്കം, നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളടക്കം പ്രഖ്യാപിക്കാനുള്ള ടോബി ജോൺസൺ ആണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.